ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ പാഠത്തിൻ്റെ സമ്മറി അറിയില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് എക്സാമിന് 4 യൂണിറ്റ് ആണുള്ളത്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് വരെയാണ് നമുക്ക് ചാപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ 4 യൂണിറ്റുകളിൽ നിന്നും എല്ലാ പാഠങ്ങളും ഒന്നും അറിയില്ല, ഇതുവരെ ഓരോ സ്റ്റോറി പോലും അറിയില്ല, സമ്മറി അറിയില്ല, എന്താണ് അതിൻ്റെ കണ്ടന്റ് അറിയില്ലാത്തവർക്കുള്ള വീഡിയോ ആണിത്. ഓരോ പാഠഭാഗത്തിൻ്റെ സമ്മറി വിത്ത് മലയാളം മീനിങ് ആൻഡ് ഷോർട്ട് സെൻറ്റൻസുകളാണ് ഇതിലുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇത് നിങ്ങളൊരു 1-2 വട്ടം, 2 വട്ടമൊന്നുമില്ല, ഒരൊറ്റ വട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് മുതലാണ് തുടങ്ങുന്നത്. പിന്നെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇംപ്രൂവ്മെൻറ്റിൻ്റെ വീഡിയോസ് +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇംപ്രൂവ്മെൻറ്റിൻ്റെ ബാച്ചിൻ്റെ ഒരു 30 ഡേയ്സിൻ്റെ കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് 3 L's ഓഫ് എംപവർമെൻറ്റ്. ഫസ്റ്റത്തെ യൂണിറ്റ് വുമൺ എംപവർമെൻ്റ് ആണ് മെയിൻ കണ്ടൻറ്റ്. ഓരോ വുമൻസും എത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സ്റ്റോറി, വുമൻസിനെ നമ്മളെ മദേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു പോയം, പിന്നെ ഒരു സ്പീച്ച്, അതുപോലെ തന്നെ 4 തരം, അതായത് എല്ലാ യൂണിറ്റും വുമൻസിനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം ഡയറക്റ്റായിട്ട്. 3 L's ഓഫ് എംപവർമെൻറ്റ്. ഇവിടെ ക്രിസ്റ്റ്യൻ ലിഗാർഡ് ഒരു സ്പീച്ചാണ് കേട്ടോ, ഒരു സ്പീച്ചാണ്. ഇവിടെ പറയുന്നത് 3 L'കൾ വേണം ഒരു വുമൺ എംപവർ ചെയ്യണമെങ്കിൽ. 3 മെയിൻ ആയിട്ടുള്ള L'കൾ എന്ന് പറയുന്നത് ലേണിംഗ്, ലീഡർഷിപ്പ് ആൻഡ് ലേബറാണ്. ഇതൊരു സ്പീച്ചാണ്. ഇതിലത്തെ 8 പോയിന്റുകൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് സ്പീച്ച് വന്നാൽ, നമുക്ക് റിവ്യൂ എഴുതാൻ വന്നാൽ, വുമൻസ് ഡേയുടെ അന്ന് എന്തെങ്കിലും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എന്ത് ടോപ്പിക്കും ആയിക്കോട്ടെ, അതായത് വുമൻസുമായി ബന്ധപ്പെട്ടത് വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാം. അതായത് ക്രിസ്റ്റ്യൻ ലിഗാർഡ് പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാം. ദർ ആർ മെനി ചലഞ്ചസ് ഇൻ ദ മോഡേൺ വേൾഡ്. എക്കണോമിക് റോൾ വുമൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചലഞ്ച്, അല്ലേ? വുമൺ കോൺട്രിബ്യൂട്ട് ലെസ് ടു ദ ടോട്ടൽ ഇക്കണോമിക് ആക്ടിവിറ്റി. ആസ് എ കോൺസിക്വൻസസ് മെനി കൺട്രീസ് ലാഗ് in their per capita income. Women are not responsible for the serious problem. They can contribute, but they are blocked from contributing their true potential. അതായത് ഒന്നുമില്ല, എക്കണോമിക്കിൻ്റെ ഡെവലപ്പിന് വേണ്ടിയിട്ട് വുമൻസിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. അത് വുമൻസ് ആണോ തീരുമാനിക്കുന്നത് ഞങ്ങളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല എന്നുള്ളത്? അല്ല, ദേ ക്യാൻ കോൺട്രിബ്യൂട്ട്, ബട്ട് ദേ ആർ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ഓരോരുത്തർക്കും എന്താണ് ആവാനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആവശ്യമുള്ളത് ബ്ലോക്ക് ചെയ്യുകയാണ്. ദേ ആർ ഡിനീഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ഈ പോയിന്റൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വി ക്യാൻ സോൾവ് ദീസ് പ്രോബ്ലംസ് വിത്ത് 3 L's യൂസ് നമുക്ക് സോൾവ് ചെയ്യാം. ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. എഡ്യൂക്കേഷൻ ഇസ് ദ ലേണിംഗ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇറ്റ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ചേഞ്ചസ്. എംപവർ വുമൺ ടു ടാപ്പ് ഔട്ട് ദെയർ ഇൻബോൺ ടാലൻസ്. ഇറ്റ് ഹെൽപ്സ് വുമൺ ടു ബ്രേക്ക് ദ ഷേക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഇതെല്ലാം നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ പറ്റും. എന്താണ്? നമുക്ക് എല്ലാ ചലഞ്ചസും മീറ്റ് ചെയ്യാൻ പറ്റും. ഇൻബോൺ ടാലൻറ്റ് ടാപ്പ് ഔട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എവിടെയൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ആയി പോകുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ജയിച്ച് വരാം. ദ സെക്കൻഡ് വൺ ഈസ് ലേബർ. വുമൺ ഫേസ് മെനി ചലഞ്ചസ് ഇൻ ദ വർക്ക് പ്ലേസ്. ലോ പേയിങ്, ലോ സ്റ്റാറ്റസ്, ലോ സെക്യൂരിറ്റി ഓഫ് സം ഓഫ് ദം. വി ഷുഡ് അപ്പോൾ ദ ബേസിക് നോംസ് ഓഫ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതായത് ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലാണ്. ഒരു സ്ത്രീക്ക് ജോലി ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടുന്ന് ഏണിങ് കിട്ടുള്ളൂ. പക്ഷെ ആ ഏണിങ് കപ്പാസിറ്റിയുടെ സ്ഥലത്ത് പോലും അവൾ ഒരുപാട് ഇനീക്വാളിറ്റീസ് നേരിടുന്നുണ്ട്. ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് എംപവർ വുമൺ. ലീഡർഷിപ്പ് ഈസ് ദ തേർഡ് വൺ. മൂന്നാമത്തത് ലീഡർഷിപ്പാണ്. ദേ ക്യാൻ മേക്ക് പ്രോപ്പർ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഇൻക്ലൂഷൻ ആൻഡ് കമ്പാഷൻ. ഒരു വുമൻസിനെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മെയിൻ നമുക്ക് ഉദാഹരണം കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ അമ്മമാരെയാണ്. കാരണം മദേഴ്സാണ് വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റും. വുമൺ ഷുഡ് ബി റെഡി ടു ടേക്ക് റിസ്ക് ആൻഡ് ടു dare the difference. The entire world can reap the benefits of women empowerment. നമ്മുടെ എല്ലാ ലോകത്തിനും മുഴുവനും ഈ എംപവർമെൻറ്റ് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ 3 L's എന്താണ്. ദെൻ എനി വുമൺ എന്ന് പറയുന്നത് ഒരു പോയമാണ് ബൈ കാതറിൻ ടിനൻ. ദിസ് പോയം അണ്ടർലൈൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി. നമ്മൾ പറഞ്ഞില്ല, അമ്മമാരോട് കമ്പയർ ചെയ്യുന്ന പോയാണ്. ചിലപ്പോൾ നമുക്കൊരു മദറുമായി ബന്ധപ്പെട്ട ഈ പോയം നമ്മൾ കമ്പയർ ചെയ്യാൻ വരാം. മദർ ലവ് എഴുതാൻ പറയാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഈ പോയമായിട്ട് കമ്പയർ ചെയ്ത് ചോദിക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ഈ പോയത്തിൻ്റെ സമ്മറി പഠിച്ചു വെക്കുക. എന്നിട്ട് ദ വുമൺ എനി വുമൺ ഈസ് എ പോയം റിട്ടൺ ബൈ കാതറിൻ ഡിനൻ. പോയം അണ്ടർലൈൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഇൻ ദ ഫാമിലി. വുമൺ പ്ലേ ഇൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു മേക്ക് ദ ഹോം എലൈവ്. മദർ ഹാസ് ബീൻ കമ്പയർഡ് ടു ദ പില്ലേഴ്സ് ആർച്ച് ഓഫ് ദി ഹോം. അതായത് ഇപ്പോൾ ഒരു ഹോമിലെ പില്ലേഴ്സ് ആയിട്ടും ആർച്ചായിട്ടൊക്കെ നമ്മളെ വുമൺസിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. ദ എൻറ്റയർ ഹോം വിൽ ബി റൂയിൻ ഹെർ ആബ്സെൻസ്. ഷീ ഈസ് ദ ഫയർ അപ്പോൺ ഹെർ, ലൈറ്റ് അപ്പോൺ ദ ഗുഡ് സൺ. വിത്തൗട്ട് her the home would colder than stone, cannot grow will without her guidance. She until all children within is sacred ring of love. She protect her children from all dangers. Her careful touch reaches everywhere and everything in the house. She prays to God not to take her away till her children go. അതായത് ഫുൾ നമ്മുടെ അമ്മമാരെ ആലോചിക്കാം. ഒരു വീടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അവരെത്തണം, ചിൽഡ്രൻസിന് വേണ്ടി പ്രേ ചെയ്യണം. അപ്പോൾ അവസാനം പ്രാർത്ഥിക്കുന്നത് എന്നെ, അതായത് അമ്മയെ, സ്വന്തം അമ്മയെ എവിടേക്കും എടുക്കല്ലേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണ്, നമ്മുടെ ചിൽഡ്രൻസ് എവിടെ എത്തിയിട്ടില്ല. അപ്പം അപ്പോഴും അവർ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം മദർ ലവ് ആണ് ഈ പോയത്തിൽ പറയുന്നത് കേട്ടോ. ദെൻ മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ്, ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശാ പൂർണ ദേവി. ഇവിടെ നൊമിതയാണ് മെയിൻ ക്യാരക്ടർ. നൊമിതയാണ് ക്യാരക്ടർ, വൈഫ് ഓഫ് അജിത്. ഷീ കംസ് ഫ്രം എ പുവർ ഫാമിലി. ഹെർ മദർ ഫ്രീക്വൻലി റൈറ്റ്സ് ലെറ്റർ റിക്വസ്റ്റിംഗ് മണി. അജിത് ഓപ്പൺ ആൻഡ് റീഡ് ലെറ്റർ അഡ്രസ് ടു നൊമിത വിത്തൗട്ട് ഹെർ പെർമിഷൻ. ദിസ് ബിഹേവിയർ ഓഫ് അജിത് ഹേർട്ട് നൊമിത സെൽഫ് റെസ്പെക്ട്. She had told him many times not to do it. Nomida becomes angry and quarrel with Ajit. Nomida, flaming with anger, picks a matchbox and light a stick and put it on her sari, which instantly catches fire. എന്താ പറഞ്ഞത്, ഇപ്പോൾ ഒരു വലിയൊരു സ്റ്റോറിനെയാണ് ഒരു 5 സെൻറ്റൻസിൽ ഒതുക്കിയിരിക്കുന്നത്. നൊമിത അജിത്ത് പറഞ്ഞ ഒരു കപ്പിൾസ് ആണ്. നൊമിത വളരെ പുവർ ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നൊമിതയുടെ അമ്മ ഫ്രീക്വൻലി റൈറ്റ് ലെറ്റേഴ്സ് ടു, അതായത് ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ എഴുതാറുണ്ട്. ആർക്ക്? അപ്പോൾ അജിത്ത് എന്ന് പറഞ്ഞത് ഒരു റിച്ച് ഫാമിലിയാണ്. അപ്പം അമ്മ ഒരു വിഡോ ആണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ക്യാഷിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നൊമിതയാണ് കൊടുക്കാറ്. അപ്പോൾ എപ്പോഴും അമ്മയ്ക്ക് തിരിച്ച് ലെറ്റർ എഴുതുമ്പോൾ അജിത്ത് പൊട്ടിച്ച് വായിക്കാറുണ്ട്. പക്ഷെ അത് വായിക്കരുതെന്ന് ഒരുപാട് തവണ നമ്മുടെ നൊമിത പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ നൊമിതയുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഹേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നൊമിതയ്ക്ക് ബിക്കം ആംഗ്രി, ദേഷ്യം വന്നിട്ട് അജിത്തുമായിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ദേഷ്യത്തിൽ അജിത്ത് എന്താ പറയുക, ഒരുപാട് നൊമിതേനെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ നൊമിതയ്ക്ക് സങ്കടം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, കുറേ ദേഷ്യപ്പെടുക എന്നല്ലാതെ വേറെ ഒന്നും അവൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദേഷ്യം സഹിക്കുക വയ്യാതെ മാച്ച് ബോക്സ്, അതായത് തീപ്പെട്ടി എടുത്തിട്ട് നമ്മുടെ സാരി കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തീ കത്തി പടരുമല്ലോ. അങ്ങനെ അജിത്ത് റഷസ് ആൻഡ് വിത്ത് ഹെർ ബെയർ ഹാൻഡ്സ് ആൻഡ് പുട്ട് ഔട്ട് ഓൺ ദ ഫയർ. അങ്ങനെ അജിത്ത് വന്നിട്ട് ആ ഫയർ കെടുത്താണ്. സൂൺ ആഫ്റ്റർ ദിസ് quarrel she goes to back to the kitchen. She even tell lies about the burning of her sari. She pretend as if nothing has happened. In the story Nomida represents typical Indian village woman. പക്ഷേ അജിത്ത് തീ അണച്ചെങ്കിലും കൂടി എല്ലാം ശാന്തമായിട്ട് അവൾ തിരികെ അടുക്കളയ്ക്ക് ജോലിക്ക് വരികയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കിട്ടാത്തൊരു വൈഫാണ് ഇവിടെ. ഒരു ഇന്ത്യൻ പൂവർ ടിപ്പിക്കൽ വില്ലേജ് വുമൺ ആണ് നമ്മുടെ നൊമിത എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സ്റ്റോറി. പക്ഷേ നൊമിത എന്ന് പറഞ്ഞ ക്യാരക്ടറിന് നമുക്കിവിടെ ക്യാരക്ടർ സ്കെച്ച് വരാം, അജിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരാം, നൊമിത ആരോടെങ്കിലും ഈ വിഷമം പറഞ്ഞതായിട്ട് വരാം, കോൺവെർസേഷൻ വരാം, നൊമിതയുടെ അന്നത്തെ ദിവസത്തെ ഡയറി വരാം. പല ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോറി വെച്ചിട്ട് എഴുതാനായിട്ട് കിട്ടണം. ഓക്കെ, ദെൻ ഹൊറിഗെല്ലു ആണ്. ഹൊറിഗെല്ലു എന്ന് വെച്ചാൽ ഒരു അനക്ഡോക്റ്റാണ്. അനക്ഡോക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി റിയൽ ആയിട്ടുണ്ടായ കഥയാണ്. അതായത് ഇവിടെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് റിയൽ ഇൻസിഡൻറ്റ് ഓർ എ പേഴ്സൺ, അതാണ് അനക്ഡോക്റ്റ്. ഇവിടെ 2 ആൾക്കാരാണ് മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ടത്, ഗ്രാൻഡ് ഫാദർ ആൻഡ് നമ്മുടെ സുധാമൂർത്തിയാണ് സ്റ്റോറി എഴുതുന്ന ആൾ കേട്ടോ. ഈ സ്റ്റോറി എഴുതുന്നത് സുധാമൂർത്തിയാണ്. അപ്പോൾ 2 ക്യാരക്ടർ, രത്ന ഹിസ് കൊളീഗും ഒരു ഗ്രാൻഡ് ഫാദറും. നോക്കി നോക്കാം. ഹൊറിഗെല്ലു ഈസ് എ സ്റ്റോൺ ബെഞ്ച് ഓൺ വിച്ച് പീപ്പിൾ ക്യാൻ റെസ്റ്റ് ആൻഡ് റീഗെയിൻ ദെയർ എനർജി. ഹൊറിഗെല്ലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഈ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ആൽമരത്തിൻ്റെ ചോട്ടിൽ നമുക്കൊരു കല്ലിട്ടിട്ടുണ്ടാവും ഇരിക്കാനായിട്ട്, ഒരു ബെഞ്ച്, ഒരു സ്റ്റോൺ ബെഞ്ചാണ്. അവിടെ ഇരുന്നിട്ട് ഒരുപാട് കഥകൾ എല്ലാവരും പറയും. പക്ഷെ എല്ലാവരും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കണമെന്നില്ല, കുറേ പേര് അവരുടേതായ തിരക്കിൽ ഏർപ്പെട്ട് പോവാം. പക്ഷേ ഇവിടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ ഒരാൾ എല്ലാവരുടെ കഥകളും കേട്ട് അവർക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട്.
എല്ലാവരെയും ഒരു ഗുഡ് ലിസണർ ആയിട്ട് നമുക്ക് ആരെ പറയാം, ഗ്രാൻഡ് ഫാദറിനെ പറയാം. അതേപോലെ സുധാമൂർത്തിയുടെ കൊളീഗായിരുന്ന രത്ന എന്ന് പറയുന്നത് വർക്കിംഗ് പേഴ്സൺ ആണ്. അപ്പോൾ രത്നയും ഇതേപോലെ ബാക്കിയുള്ളവരെ കഥകളൊക്കെ കേട്ട് അവർക്ക് സപ്പോർട്ടിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഹ്യൂമൻ ഹൊറിഗല്ലോ ആയിട്ടാണ് നമ്മൾ ഈ രണ്ടാൾക്കാരെ പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഹൊറിഗല്ലോ എന്ന് വെച്ചാൽ എന്താ, ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും സപ്പോർട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന മനുഷ്യ കൽപ്രതിമകൾ പോലെ അല്ലേ. അപ്പോൾ അതാണ് ഈ ഹൊറിഗല്ലു. സുധാമൂർത്തി സ്പീക്സ് ഓഫ് ടു ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹർ കൊളീഗ് രത്ന. ഗ്രാൻഡ് ഫാദർ ഈസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. ഗ്രാൻഡ് ഫാദർ സ്പെൻഡ് hours sitting under the banyan tree in the village. The villagers talked him about their daily lives and worries. He refreshed the travelers just by listening to them. Ratna was a colleague of Sudhamurti. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന്റെ കഴിഞ്ഞു. പിന്നെ കൊളീഗാണ് Ratna. She was a senior clerk working in the company for nearly 25 years. She listened to the problems of her colleagues with sympathy without any judgment. Patient listening can solve the pain of many in the modern hectic world. അല്ലേ, ഇന്നത്തെ മോഡേൺ വേൾഡിലെ പെയിൻഫുൾ ആയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കില്ല. അപ്പോൾ ഗുഡ് ലിസണിങ്ങും നല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ നല്ലൊരു പേഴ്സണാലിറ്റി ആണെന്നാണ് പറയുന്നത്. ഗ്രാൻഡ് ഫാദർ രത്ന ഡിഡ് ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. ബോത്ത് ഓഫ് ദം കെപ്റ്റ് ദ വേൾഡ് ഓഫ് സ്പീക്കേഴ്സ് സീക്രട്ട്. ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന വർ ഹ്യൂമൻ ഹൊറിഗല്ലോസ്. അപ്പോൾ ഈ ഹ്യൂമൻ ഹൊറിഗല്ലോസ് എന്ന് പറഞ്ഞ വേർഡ്, ഹൊറിഗല്ലോസ് എന്താണ്, ഇവിടെ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആണ് യൂണിറ്റ് 2ലേക്ക് കടക്കുമ്പോൾ മെൻറ്റിംഗ് വാൾ ആണ്. മെൻറ്റിംഗ് വാൾ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം written by Robert Frost, the American poet. The poem is about brotherhood and harmony. Then the poet present his opinion about the need for wall. അതായത് ഇവിടെ പോയിറ്റിന്റെ നെയ്ബറും പോയിറ്റും തമ്മിലുള്ള ഒരു നെയ്ബർഹുഡ് ലവ് ആണ് പറയുന്നത്. അവിടെ മതിൽ പണിതിട്ടുണ്ടായിരുന്നു, ആ മതിലിന്റെ ആവശ്യമില്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. പക്ഷേ നെയ്ബർ പറയുന്നത് നല്ല മതിലുകളാണ് നല്ല സ്നേഹബന്ധം എന്നാണ് പറയുന്നത്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പോയറ്റിന്റെ സമ്മറി എന്ന് പറയുന്നത്. ദർ ഇസ് എ വാൾ ബിറ്റ്വീൻ ദ പ്ലോട്ട്സ് ഓഫ് പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ. ഡ്യൂറിംഗ് വിന്റർ ദ ഗ്രൗണ്ട് അണ്ടർ ദ വാൾ എക്സ്പാൻഡ്, thus there shall be a wide gaps. Rabbit hide these gaps, escape from the dogs, but the hunters bring them out. This is also widens the gap. The poet says that he has no proof about how these gaps are made. അതായത് പോയിറ്റിന്റെ നെയ്ബറിന്റെ ഇടയിലുള്ള ഈ മതിലുകൾ വിന്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ആ പോയിന്റ് ഒന്ന് ഇങ്ങനെ ഇടയിൽ വിടവ് വരും. അതായത് നമ്മുടെ മതിലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വിടവ് വരും. അങ്ങനെ വിടവ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടി മൊയിലുകളൊക്കെ ഓടി ഒളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വേട്ടക്കാർ വന്ന് പിന്നെ അവരങ്ങനെ പിടിച്ചു കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ വിടവ് പിന്നെയും കൂടും. അപ്പോൾ വിടവ് ഉണ്ടാക്കുന്നു പോകുന്നു. അപ്പോൾ നല്ല രീതിയിൽ സ്പ്രിങ് ആയി കഴിഞ്ഞാൽ ആ വിടവുകൾ നല്ല രീതിയിൽ കാണാൻ പറ്റും മതിലിൻ്റെ. അപ്പോൾ ഈ മതിലിന് എന്തിനാണ്, അപ്പോൾ ഈ സ്പ്രിങ് ആയി കഴിഞ്ഞാൽ മെൻറ്റിങ് ടൈമാണ്. മെൻറ്റിങ് ടൈം എന്ന് വെച്ചാൽ എന്താ, അത് നന്നാക്കുന്ന സമയമാണ് ആ മതിൽ. അപ്പോൾ പോയിറ്റ്സ് നെയ്ബർ ലീവ്സ് ബിയോണ്ട് ദ ഹിൽ. പോയിറ്റ് കുറച്ച് അകലെയാണ് താമസിക്കുന്നത്. സോ ഹീ കോൾസ് ഹിസ് നെയ്ബർ ടു മെൻഡ് ദ വാൾ. അപ്പോൾ അയൽക്കാരനാണ് വന്നിട്ട് ശരിയാക്കുക. ദേ കീപ് ദ ഫോളൻ സ്റ്റോക്ക് ആൻഡ് ബാക്ക്. ഹി ഹാസ് ബീൻ ആപ്പിൾ ഗാർഡൻ ആൻഡ് ഹിസ് നെയ്ബർ ഹാസ് എ പെയിൻ ഗാർഡൻ. അതായത് ഒരു ആപ്പിൾ തോട്ടമുണ്ട്, അയൽവാസിക്ക് ഒരു പൈൻ തോട്ടമുണ്ട്. സോ ദ പോയിറ്റ് ഫീൽസ് ദാറ്റ് ദർ ഇസ് നോ നീഡ് ഫോർ. പിന്നെ എന്തിനാണ് നമുക്ക് ഇവിടെ ഒരു മതിലുകളുടെ ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. ബട്ട് ദ നെയ്ബർ സീസ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബർ. ഈ സെൻറ്റൻസ് നന്നായി ശ്രദ്ധിക്കുക. ഇത് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ദ പോയിറ്റ് സീസ് ദാറ്റ് ദർ ഇസ് നോ കൗസ്, സോ ദർ ഇസ് നോ നീഡ് ഓഫ് ഫോൾ. അതായത് പശുക്കൾ പോലും അവർക്കില്ല, പിന്നെ എന്തിനാണ് ഈ ഒരു മതിലിൻ്റെ ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. സോ the neighbor wants to make a wall. The poet compare his neighbor to an old stone age man. His neighbor always repeat his saying that ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബർ. അപ്പം മതിലുകൾ നന്നാക്കുന്നതിനെ പറ്റിയിട്ടും അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ എമിഗോ ബ്രദേഴ്സ്, സെക്കൻഡ് യൂണിറ്റിലെ നെക്സ്റ്റ് ചാപ്റ്ററാണ് എമിഗോ ബ്രദേഴ്സ്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, റിട്ടൺ ബൈ പീറി തോമസ്, അമേരിക്കൻ റൈറ്റർ. 2 ക്യാരക്ടറാണ് ഉള്ളത്. എമിഗോ മീൻസ് ഫ്രണ്ട്ഷിപ്പാണ്. സ്പാനിഷ് ലാംഗ്വേജിലെ മീനിങ് ആണിത്. എമിഗോ എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ആണ്. അപ്പോൾ ആൻറ്റോണിയോ ക്രൂസ് ആൻഡ് ഫിലിക്സ് വേഗസ് എന്ന് പറഞ്ഞാൽ 2 17 years old ബോയ്സിനെ കുറിച്ചിട്ട് തിക് ഫ്രണ്ട്സാണ് അവർ. ചൈൽഡ്ഹുഡ് മുതലേ ഉള്ള ഫ്രണ്ട്സാണ്. അവർ ഒരുമിച്ച് വളർന്ന്, ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ച് ജോലി ചെയ്യുന്നു. പക്ഷേ രണ്ട് പേരിന് ഫിസിക്കൽ അപ്പിയറൻസ് ഒന്ന് പഠിക്കാം കേട്ടോ. ആൻറ്റോണിയോ എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് ലീനാണ്, ഫിലിക്സ് ഡാർക്ക് ആൻഡ് ഷോർട്ടാണ്, നേരെ ഓപ്പോസിറ്റ്.
അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം സെയിം ആണ്. ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒഴികെ ബാക്കി എല്ലാം സെയിം ഡ്രീമാണ്. രണ്ടുപേരുടെയും ഡ്രീം എന്ന് വെച്ചാൽ വേൾഡ് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആവുക എന്നുള്ളതാണ്. അതായത് ബോക്സിങ്ങിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ വർക്ക്ഡ് ഹാർഡ് ടു അച്ചീവ് ദിസ് ഡ്രീം. ദേ സ്റ്റാർട്ട് ദെയർ വർക്ക് ഔട്ട് ഏർലി മോർണിംഗ്. ദേ ആർ പോസിറ്റീവ് ഇൻ ദെയർ ക്യാരക്ടർ. ഈറ്റ്, സ്ലെപ്റ്റ്, ചാറ്റർ, ഡ്രീം പോസിറ്റീവ്ലി, എല്ലാം പോസിറ്റീവായിട്ടാണ് ചെയ്തിരുന്നത്. ദേ ഹാഡ് ടു ഫൈറ്റ് ഈച്ച് അതർ ഇൻ ദ ഡിവിഷൻ ഫൈനൽ. പക്ഷെ അവർ രണ്ടുപേർക്കും ഒരേ ആഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ലാസ്റ്റിൽ അവർക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ്. ഓൺലി ദ വിന്നർ ക്യാൻ പ്രസന്റ് ദ ബോയ്സ് ക്ലബ്. ദേ wanted to win the championship. They wanted to do this without giving pain to each other, but they behaved like a total strangers in the ring. And even the crowd was shocked to see their fight. അതായത് ലാസ്റ്റിൽ അവർ ഫ്രണ്ട്ഷിപ്പൊക്കെ മറന്നിട്ടായിരുന്നു അവർ ഫൈറ്റ് നടന്നിരുന്നത്. പക്ഷെ ഫൈനലി ദേ ഹഗ്ഡ് ഈച്ച് അതർ. Then they went out. They did not wait to hear the result. ഇവരിൽ ആരാണ് ജയിച്ചതെന്ന് പറയാൻ നിൽക്കാതെ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഫൈറ്റൊക്കെ കഴിഞ്ഞ്, ബോക്സൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എന്താ, അവിടെ ജയിച്ചത് ആരാണ്? ആൻ്റണിയാണോ ഫിലിക്സ് ആണോ? രണ്ടുപേരും അല്ല. ദ ഫ്രണ്ട്ഷിപ്പാണ് അവിടെ വിജയിച്ചത്. അപ്പോൾ ആ റിസൾട്ട് കേൾക്കുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. ഇത്രയേ ഉള്ളൂ സ്റ്റോറി. ഇതിൽ കാറ്റ് സ്കെച്ചാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ദെൻ അനൗൺസ്മെൻറ്റ് വരാറുണ്ട്, കാറ്റ് സ്കെച്ചസ് വരാറുണ്ട് കേട്ടോ. ദെൻ അവർ ഓഫ് ട്രൂത്തിലേക്ക് കടക്കാണ്. അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു 1 ആക്ട് പ്ലേ ആണ്. ഇതൊരു സ്റ്റോറി പോലെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു 1 ആക്ട് പ്ലേ ആണ്. അവിടെ മെയിൻ ക്യാരക്ടർ, പോസിറ്റീവ് ക്യാരക്ടർ റോബർട്ട് ബാൾവിൻ ആണ്. റോബർട്ട് ബാൾവിൻ്റെ ഫാമിലി ഉണ്ട്, മാർത്ത, ജോൺ, ഗ്രേഷ്യം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. റോബർട്ട് ബാൾവിൻ ഗുഡ് ക്യാരക്ടറാണ്. ഹി ഈസ് എ ഹോണസ്റ്റ് ആൻഡ് ബോൾഡ്. ജോൺ ഗ്രേഷ്യം, പ്രസിഡന്റ് ഓഫ് ബാങ്ക്, വാസ് അറസ്റ്റഡ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്. അതായത് ഗ്രേഷ്യം എന്ന് പറഞ്ഞ ആൾക്ക് ഫണ്ട് മിസ്അപ്രോപ്രിയേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവിടെ ഗ്രേഷ്യത്തിൻ്റെ ബാങ്കിൽ സെക്രട്ടറി ആയിട്ടാണ് നമ്മുടെ ആര് ജോലി ചെയ്യുന്നത്? റോബർട്ട് ജോലി ചെയ്യുന്നത്. Then Robert Baldwin was his secretary. John Grisham offered him $100,000 for telling lies in the court. അതായത് ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തത് ഗ്രേഷ്യം ആണെന്ന് ആർക്കറിയാം? റോബർട്ടിന് അറിയാം. അങ്ങനെ ഗ്രീഷ്യം റോബർട്ടിനെ കണ്ടിട്ട് $1,000 ഒരു ബ്രൈബ് പോലെ കൊടുക്കുകയാണ്. എന്തെന്ന്, വിറ്റ്നസ് ആയില്ല എങ്കിൽ, കോടതിയിൽ വിറ്റ്നസ് ആയില്ല എങ്കിൽ, വിറ്റ്നസ് ആയിട്ട് റോബർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര് അറസ്റ്റ് ചെയ്യിക്കപ്പെടും? നമ്മുടെ ഗ്രേഷ്യം അറസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് $1,000 കൊടുക്കാമെന്ന് പറയാണ്. പക്ഷേ ഹി ഡിഡ്ന്റ് ആക്സെപ്റ്റ് ദ ബ്രൈബ് ഓഫേർഡ് ബൈ ഗ്രേഷ്യം. ദ ഫാമിലി പെർഷ്വേഡ് ഹിം ടു ആക്സെപ്റ്റ് ദ ബ്രൈബ്. അപ്പോൾ ഫാമിലി കംപ്ലീറ്റ് പറഞ്ഞു, ഭാര്യ മക്കളൊക്കെ പറഞ്ഞു ആളോട് അത് വാങ്ങിച്ചോളൂ, നമ്മൾ ബുദ്ധിമുട്ടിലല്ലേ എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഹി സ്റ്റുഡ് ഫോർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. ട്രൂത്തിൻ്റെയും ജസ്റ്റിസിൻ്റെയും പിന്നാലെയായിരുന്നു നമ്മുടെ റോബർട്ട്. ഹി വാസ് റെഡി ടു ഈവൻ ടു സ്പീക്ക് അഗൈൻസ്റ്റ് ഗ്രേഷ്യം അറ്റ് court. He never supported Gresham in the Bankrupt case. At last, he got a good job offer from Marshall, the president of Third National Bank. It was a reward for the honest character. അങ്ങനെ കോർട്ടിൽ പോയിട്ട് റോബർട്ട് പറയുകയാണ് എന്തെന്ന്, സത്യം പറയുകയും ഗ്രേഷ്യം അറസ്റ്റ് ചെയ്യിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി പോയി അല്ലേ, റോബർട്ടിൻ്റെ ജോലി പോയി. പകരം ഹോണസ്റ്റിക്ക് പകരമായിട്ട് ആൾക്ക് തേർഡ് നാഷണൽ ബാങ്കിൽ നിന്ന് മാർഷൽ എന്ന് പറഞ്ഞ ആളെ ജോബ് ഓഫർ ചെയ്യുകയാണ്. സോ ഇതിൽ പറയുന്നത് ഹോണസ്റ്റ് ക്യാരക്ടറിന് കിട്ടിയ ഒരു റിവാർഡാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്റ്റോറി നിങ്ങൾക്ക് അറിഞ്ഞാൽ അതിൽ ക്യാരക്ടർ സ്കെച്ചുകൾ വരാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ വരാം കേട്ടോ. ദെൻ 3 വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണ് വിത്ത് ഇർഫാൻ ആലം എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ എൻ്റർപ്രണർ ആണ് ബീഹാറിലെ. ഹിയർ വി ലേൺ ഹൗ he became the shelter to the poor rickshaw pullers ആണ് മെയിനായിട്ട് അദ്ദേഹം നോക്കിയിരുന്നത്. ഹി ഈസ് വെരി സിമ്പിൾ മാൻ വിത്ത് ബിഗ് ഡ്രീംസ്. ഹി സ്റ്റാർട്ടഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഫേം വെൻ വയസ് 13 years ഓൾഡിലെ അദ്ദേഹം ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആയിട്ട് പഠിച്ചു. ദെൻ ഹി വോൺ ദ ഫേമസ് റിയാലിറ്റി ഷോ ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലെ വിന്നറാണ്. ഹി ഫൗണ്ടഡ് ദ സമ്മാൻ ഫൗണ്ടേഷൻ ഇൻ 2007 ടു അപ്ലിഫ്റ്റ് ദ റിക്ഷോ സെക്ടർ. അതായത് അവർക്ക് വേണ്ടി 2007 സമ്മാൻ ഫൗണ്ടേഷൻ, അതായത് ബാക്ക്വേർഡ് ഏരിയയിലുള്ള റിക്ഷോക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാൻ ഫൗണ്ടേഷൻ തുടങ്ങി. ദ ലൈഫ് ഓഫ് റിക്ഷോ പുള്ളേഴ്സ് വാസ് പത്തറ്റിക്. മോസ്റ്റ് ഓഫ് ദം ഡിഡ് നോട്ട് ഓൺ റിക്ഷോസ്. ദേ ഹാഡ് ടു പേ റെന്റ് ആൻഡ് ഡിഡ് നോട്ട് മേക്ക് പ്രോഫിറ്റ്. ഹി സെലക്ടഡ് റിക്ഷോ പുള്ളേഴ്സ് ആൻഡ് ഗേവ് ദം ട്രെയിനിങ്. അതായത് ആ ഏരിയയിലുള്ള വളരെയധികം ബാക്ക്വേർഡ് ആയ റിക്ഷോ പുള്ളേഴ്സിനെ കുറിച്ച് പഠിക്കുകയും അവർക്ക് എന്താ പറയുക, അവരെല്ലാം റെൻ്റായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. അതിന് വേണ്ടി അദ്ദേഹം ട്രെയിനിങ് ഒക്കെ കൊടുത്തു അവർക്ക്. ഇർഫാൻ ഡിസൈൻ ദ റിക്ഷോസ് ടു മേക്ക് ജേർണി കംഫർട്ടബിൾ ടു ദ പാസഞ്ചർ. പിന്നെ റിക്ഷോ ഉണ്ടാക്കി. ദ സോൾ ന്യൂസ് പേപ്പർ, വാട്ടർ ബോട്ടിൽ, മൊബൈൽ കാർഡ്സ് ഇൻസൈഡ് റിക്ഷോസ്.
റിക്ഷോസ്, അതായത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പാത്രങ്ങളും വാട്ടർ ബോട്ടിലൊക്കെ വിൽക്കാനായിട്ട് പറ്റി. ദേ ഓൾസോ ഡിസ്പ്ലേഡ് ആഡ്സ് ഓൺ ദ ന്യൂലി ഡിസൈൻഡ് റിക്ഷോസ്. സമ്മാൻ ഹെൽപ്പ് ടു ഗെറ്റ് ലോൺ ടു ദ റിക്ഷോ പുള്ളേഴ്സ്. ദേ പ്രൊവൈഡ് ID cards, യൂണിഫോംസ്, ഇൻഷുറൻസ് ടു. അതായത് ഈ സമ്മാൻ ഫൗണ്ടേഷൻ അവർക്ക് എന്ത് കൊടുത്തു? ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണുകളൊക്കെ കൊടുത്തു റിക്ഷ വാങ്ങാനായിട്ട്, റിക്ഷ പുള്ളേഴ്സിന് വേണ്ടിയിട്ടാണ്. ദെൻ അവർക്ക് ID കാർഡും യൂണിഫോമുകളും ഇൻഷുറൻസ് വരെ കൊടുത്തു. ഫ്രീ ക്ലാസ്സസ് ഫോർ ദ റിക്ഷ പുള്ളേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ് വെർ ഓൾസോ ഗീവൺ. അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് വരെ ഇവരെ സമ്മാൻ ഫൗണ്ടേഷൻ വർക്ക് ചെയ്തു. ഇർഫാൻ ഹോപ്സ് ദ റിക്ഷോസ് ആർ ദ വെഹിക്കിൾസ് ഓഫ് ഫ്യൂച്ചർ ബിക്കോസ് ദേ ആർ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. അതായത് നമുക്ക് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഏത് റിക്ഷോ എന്ന് പറയുന്നത്. ഹി അഡ്വൈസസ് സ്റ്റുഡൻറ് ടു ടേക്ക് അപ്പ് എന്റർപ്രണർഷിപ്പ് ആസ് ദെയർ കരിയർ സോ ദാറ്റ് ഇറ്റ് വുഡ് റെഡ്യൂസ് എംപ്ലോയ്മെന്റ് ഇൻ അവർ കൺട്രി. അതായത് എന്റർപ്രണർ ആവാനാണ് ഇദ്ദേഹം എല്ലാവരോടും പറയുന്നത്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി സ്വന്തമായിട്ട് എന്റർപ്രണർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ തന്നെ അൺഎംപ്ലോയ്മെന്റ് നമുക്ക് ഒഴിവാക്കാം. ജോലി ഇല്ലാതെ എടുക്കുന്നത് ഒഴിച്ച് സ്വന്തമായിട്ട് തൊഴിലുകൾ കണ്ടുപിടിക്കാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലൊന്നെങ്കിൽ ആളുടെ ബയോഡാറ്റ പ്രൊഫൈലായിട്ട് എഴുതാൻ വരാം, പിന്നെ ഇൻസ്പിറേഷൻ ആയിട്ട് നമുക്ക് സ്പീച്ച് എഴുതാൻ വരാം. അപ്പോഴൊക്കെ നമുക്ക് ഇർഫാൻ ആലത്തിനെ പറയാം. ഇതൊരു ഇൻ്റർവ്യൂ ആണ്. ഇനി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും ആൻസറും വരാം. ദെൻ നെക്സ്റ്റ് ആണ് ദിദി. ദിദി എന്ന് പറയുന്നത് ഷഹീൻ മിസ്ട്രിയുടെ ഒരു പേഴ്സണൽ സ്റ്റോറിയാണ്. അത് ഷഹീൻ മിസ്ട്രി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കഥകളാണ്. അതായത് അവരുടെ ഒരു ഓട്ടോബയോഗ്രഫി ഒക്കെ പോലെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ഷീ എഡ്യൂക്കേറ്റഡ് ദ സ്ലം ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സ്ലം ഏരിയയിൽ ഒരുപാട് കുട്ടികൾ എഡ്യൂക്കേഷൻ കിട്ടാതെ കിടക്കുന്നുണ്ടായിരുന്നു. അവരെ എഡ്യൂക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ഷഹീൻ മിസ്ട്രി. ഹിയർ വി സീ ഹൗ ഷീ ഡയർ ടു പേഷ്യർ ഹെർ ഡ്രീം. ഷഹീൻ മിസ്ട്രി ഈസ് എൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്, എഡ്യൂക്കേറ്റർ ആണ്. ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് ആകാംക്ഷ ഫൗണ്ടേഷൻ ആൻഡ് CEO ഓഫ് ടീച്ച് ഫോർ ഇന്ത്യ. അതായത് അപ്പോൾ ഷഹീൻ മിസ്ട്രിയും ഇർഫാനാലും ഒരുപാട് സ്ട്രഗിളിലൂടെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ രണ്ട് ഫൗണ്ടേഷനും. ഒന്ന് ആകാംക്ഷ ഫൗണ്ടേഷനും തന്നെ സമ്മാൻ ആരുടെ ആയിരുന്നു? ഇർഫാൻ ആലത്തിൻ്റെ കേട്ടോ. ഷീ ഈസ് എ സോഷ്യൽ എന്റർപ്രണർ. ഷീ വാസ് ബോൺ ഇൻ വെൽത്തി ഫാമിലി. ഷീ വാണ്ടഡ് ടു ഡു സംതിങ് ഇൻ റിട്ടേൺ ടു ദ ഫേവർ ഷീ ഗോട്ട് ഇൻ ലൈഫ്. ഹെർ വിസിറ്റ് ഓൺ ദ ഓർഫനേജ് ഡ്യൂറിംഗ് വെക്കേഷൻ ചേഞ്ച്ഡ് ഹെർ ഔട്ട്ലുക്ക്. ഷീ നോട്ടീസ്ഡ് inequality. She decided to remain in India, work for poor children. She was searching for an identity and she decided to teach the slum children of Mumbai. She launched Akanksha in 1991. She faced difficulty in finding classroom to teach slum children. അതായത് ഇതൊക്കെ പറയുന്നത് എന്തൊക്കെ ആൾ ചെയ്തിരുന്നു. അതായത് ഇനീക്വാളിറ്റി എല്ലായിടത്തും കണ്ടുപിടിച്ചു, ഓർഫനേജുകൾ സന്ദർശിച്ചു, പിന്നെ സ്വന്തം ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ യാത്ര ചെയ്തു. അങ്ങനെയാണ് മുംബൈയിലെ സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് ആകാംക്ഷ ഫൗണ്ടേഷൻ ആരംഭിച്ചു. പക്ഷേ ക്ലാസ് റൂമുകൾ കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ട് അവൾ അനുഭവിക്കേണ്ടി വന്നു. ഫ്യൂ പീപ്പിൾ കെയിം ഫോർവേഡ് ടു ഹെൽപ്പ് ഹെർ ആൻഡ് സപ്പോർട്ട്. കുറച്ച് പേര് അവളെ സഹായിക്കാൻ വന്നു. വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ആകാംക്ഷ ഗ്രൂ ടു 58 സെൻറ്റേഴ്സ്, 6 സ്കൂൾസ്, ഓവർ 3,500 ചിൽഡ്രൻ. അതിനുശേഷം 52 സെൻറ്ററുകളായിട്ട് 6 സ്കൂളുകളും അതിൽ 3500 കുട്ടികളും ഇപ്പോൾ ഏതാനും വർഷങ്ങളിൽ പഠിക്കുന്നുണ്ട്. ദ ചിൽഡ്രൻ വർ ടച്ച് ഇംഗ്ലീഷ്, മാത്സ്, വാല്യൂസ്, കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം. അവിടെ കുട്ടികൾ പഠിച്ചിരുന്ന ടോപ്പിക്കുകൾ ഇതായിരുന്നു: ഇംഗ്ലീഷ്, മാത്സ്, വാല്യൂസ്, കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, സ്വന്തം കാര്യങ്ങൾ. ദ ചിൽഡ്രൻ കോൾ ഹെർ ദിദി. ദിദി എന്ന് വിളിക്കുന്നത് ഈ ഷഹീൻ മിസ്ട്രീനെയാണ്. ഷഹീൻ ഫൗണ്ട് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വെരി ബുക്കിഷ് കമ്പയർഡ് ടു ദ US നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വലിയൊരു പുസ്തകം തന്നെയാണ് നമ്മുടെ ഷഹീൻ മിസ്ട്രി. ഷീ ലേൺ മോർ ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. പുറത്തുനിന്നാണ് കൂടുതലും പഠിച്ചത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റാമർ എന്ന് പറഞ്ഞ പോയാണ്. ഇത് ഒരു മലയാളം കവിതയാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് കേട്ടോ. റിട്ടൺ ബൈ സച്ചിദാനന്ദൻ. സ്റ്റാൻഡ് ഫോർ ഇംപെർഫെക്ഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. ദ പോയറ്റ് സീസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ ഹാൻഡിക്യാപ്പ് ബട്ട് എ വേ ഓഫ് സ്പീച്ച്. ഹി കമ്പയർഡ് സ്റ്റാമർ ഇൻ സ്പീച്ച് ടു ലെയിംനെസ് ആക്ഷൻ. അതായത് സ്റ്റാമർ എന്ന് പറഞ്ഞ ഒരു ഹാൻഡിക്കാപ്പാണ് ഉദ്ദേശിക്കുന്നത്. വിക്ക് എന്നാണ് പറയുന്നത്. ബോത്ത് ഇൻവോൾവ് ഗ്യാപ്പ് ഫോർ സൈലൻസ്. പക്ഷേ അക്കോർഡിംഗ് ടു പോയിറ്റ് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഹാൻഡിക്യാപ്പ് ബട്ട് ഇറ്റ് ഈസ് എ വേ ഓഫ് സ്പീച്ച്. അതായത് ഒരു ഗ്യാപ്പ് ഓർ സൈലൻസ്, അതായത് സൈലൻസും സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു ഗ്യാപ്പും ഉള്ള മിക്സ് ആണെന്ന് പറയുന്നത്. സ്റ്റാമർ കെയിം വിത്ത് ദ ഒറിജിൻ ഓഫ് മാൻ ആൻഡ് ബിഫോർ ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ദാൻ ഡയലക്ട് ബിക്കോസ് സ്റ്റാമർ ഈസ് യൂണിവേഴ്സൽ. സ്റ്റാമർ ഈസ് യൂണിവേഴ്സിറ്റി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതൊരു ലാംഗ്വേജ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. വി ഗീവ് ഡിഫറെൻറ്റ് മീനിങ്സ് ടു വേർഡ്സ്. ദീസ് ആർ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്. വെൻ ഓൾ ദ പീപ്പിൾ ആർ imperfect, stammer become their mother tongue. This is the situation now. We are all affected with stammer.
ഇത് സ്റ്റാമർ എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. ഗോഡിൻ്റെ മീനിങ്സിന് വേണ്ടി, ഗോഡിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് സ്റ്റാമർ. സോ സ്റ്റാമർ ഒരു എന്തല്ല, ഒരു സാക്രിഫൈസ് അല്ല, സാക്രിഫൈസ് അല്ല, ഒരു ഹാൻഡിക്യാപ്പ് അല്ല. വി ഡു നോട്ട് റിയാക്ട് റെസ്പോണ്ട് ബേണിംഗ് സോഷ്യൽ പ്രോബ്ലം അറൗണ്ട് us. God created man with imperfections. God might have stammered when he created man, and that is why often man says one thing and he does not another thing. Man stammers when he prays, stammers when he comment. അതായത് നമ്മൾ സോഷ്യൽ ഇഷ്യൂസ് എല്ലാം വരുമ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക, സ്റ്റാമർ പോലെയാണെന്ന്. ആരും റിയാക്ട് ചെയ്യുന്നില്ല. സ്വന്തം കാര്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് ആരും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും എന്താണ്, സ്റ്റാമറാണ്. സ്റ്റാമർ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്റ്റാമറാണ്, അല്ലാതെ ഓൾട്ട് സംസാരിക്കില്ലല്ലോ. അപ്പോൾ ഇൻപെർഫെക്ഷൻസിലൊക്കെയാണ് ഗോഡ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് ആൻഡ് ഓൾസോ പോയട്രി സീസ് ദ പോയറ്റ്. അതായത് ലാംഗ്വേജിലും ലൈഫിലെല്ലാം സ്റ്റാമർ ഉണ്ടെന്നാണ് പറയുന്നത്. വി ഗീവ് ഡിഫറെൻറ്റ് മീനിങ്സ് ടു ദ പോയം ടു ദ ആഡ് ടു ദ ബ്യൂട്ടി ഓഫ് ദി പോയം. നമുക്ക് പല രീതിയിൽ സ്റ്റാമറിനെ കാണാം. അത് പല തലത്തിൽ ഭംഗി കൊടുക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്നൊരു സ്പീച്ച് ഡെലിവേർഡ് ബൈ വങ്കാരി മാതായ് ഡ്യൂറിങ് ഹർ നോബൽ പ്രൈസ് ആക്സെപ്റ്റൻസ്. അതായത് വെങ്കാരി മത്തായിക്ക് ഒരു നോബൽ പ്രൈസ് കിട്ടിയിരുന്ന സമയത്ത് പറഞ്ഞൊരു സ്പീച്ചാണ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. ഷി വാസ് ദ ഫസ്റ്റ് അമേരിക്കൻ വുമൺ ഹു റിസീവ് നോബൽ പ്രൈസ് ഇൻ ദ കാറ്റഗറി ഓഫ് പീസ്. പീസിൽ നോബൽ പ്രൈസ് കിട്ടിയ ഫസ്റ്റ് അമേരിക്കൻ വുമൺ ആണ് ആര്? മാത്തായ്. ഓക്കെ, വങ്കാരി മാത്തായ്. Through this speech, Wangari Maathai explicate the role of women in environmental protection. She protests against the replacement of forest and commercial plantations. The speech celebrates the role of Green Belt movement in environmental protection. അതായത് ഒരു ഗേളായ അല്ലെങ്കിൽ ഒരു വുമണിനെ എങ്ങനെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാം, environmental degradation also degrade quality of life. Initiatives of Green Belt movement, around 30 million trees were planted. അതായത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ 30 ലക്ഷം ട്രീകളാണ് എല്ലാവരും നട്ടുപിടിപ്പിച്ചത്. വെങ്കാരി മേത്ത അണ്ടർലൈൻ ദ ഫാക്ട് ദാറ്റ് ഡെമോക്രസി പ്ലേസ് എ പ്രൊമിനന്റ് റോൾ ഇൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഹിയർ ട്രീ ബിക്കെയിം എ സിമ്പിൾ ഫോർ ഡെമോക്രാറ്റിക് സ്ട്രഗിൾ ഇൻ കെന്യ. അതായത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് പറയുന്നത്. ട്രീ ഓൾസോ ബിക്കം എ സിമ്പിൾ ആണ്. പിന്നെ ഷീ റിക്വസ്റ്റ് വേൾഡ് ലീഡർ ടു എക്സ്പാൻഡ് ഡെമോക്രാറ്റിക് സ്പേസസ് ഫോർ ബിൽഡിംഗ് എ ഗുഡ് സൊസൈറ്റി. ഡെമോക്രാറ്റിക് ഇഷ്യൂസ് എല്ലാം നമ്മളെ എൻവയോൺമെന്റിനെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഷീ കൺക്ലൂഡ് ദ സ്പീച്ച് ബൈ റീകളക്ടിങ് എ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇൻ റിലേഷൻ വിത്ത് എൻവയോൺമെന്റ്. പണ്ടത്തെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ആ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്. ഷീ റീകളക്ട് ദ വേൾഡ് ഓഫ് പ്യുവർ വാട്ടർ സ്പീഷീസ്. ഷീ സേസ് ദാറ്റ് ഇറ്റ് ഈസ് ദ വേൾഡ് ഷീ ഇൻഹെറിറ്റഡ് ഫ്രം ഹർ പാരൻസ്, ബട്ട് the world is gone now. The role of the present generation is to restore the world of pure water and species in the place of dreamed streams. പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ എല്ലാ സ്പീഷീസും പ്യുവർ വാട്ടർ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ റീകളക്ട് ചെയ്ത് റീജനറേറ്റ് ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ ആൾക്കാരോട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് റൈസ്. റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മനം ചാക്ക് എഴുതിയ റൈസ് എന്ന് പറഞ്ഞൊരു സെറ്റയർ ആണ്. സെറ്റയർ എന്ന് പറയുമ്പോൾ ആക്ഷേപഹാസ്യം എന്ന് നമ്മൾ പറയും. അതായത് പണ്ട് കാലത്ത് കുറേ കൃഷികളൊക്കെ ചെയ്യുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആൾക്കാർക്ക് താല്പര്യമുള്ള കൃഷികളെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇതിൽ മെയിൻ കണ്ടന്റ്. ഒരു കളിയാക്കുന്ന പോലുള്ള ഒരു പോയാണ്. ദ പ്രസന്റ് കോൺട്രാക്ട് between expectation and the reality. The point comes from after a gap of 4 years of completion of successful research in North. അതായത് നോർത്തിൽ നമ്മുടെ പോയിട്ട് റിസർച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരണം 4 വർഷത്തിന് ശേഷം. അപ്പോൾ ആ 4 വർഷം കൊണ്ട് നമ്മുടെ നാട് നല്ല രീതിയിലായി എന്നൊക്കെ വിചാരിച്ചിട്ട് എക്സ്പെക്ട് ചെയ്ത പോയിട്ട് വന്നപ്പോൾ കാണുന്നത് എല്ലാ രീതിയിലും നേരെ ഓപ്പോസിറ്റ് ആയതാണ്. ഹീ ഈസ് വെരി ഈഗർ ടു ഹാവ് എ മീൽ ഓഫ് അത്തിഗിര റൈസ്. അത്തിഗിര റൈസ് എന്ന് പറഞ്ഞൊരു ചോറ് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. ഹി എക്സ്പെക്ട് ടു സീ ഹിസ് ഫാദർ ബ്രദർ വാക്ക് ഇൻ ദ ഫീൽഡ്. അദ്ദേഹം വിചാരിച്ചു ഞാൻ വരുമ്പോൾ എൻ്റെ അച്ഛനും ബ്രദറൊക്കെ പാടത്ത് പണിയെടുക്കുകയായിരിക്കുന്നു. ബട്ട് വെൻ ഹി റീച്ചസ് ഹോം ദ പിക്ചർ ഹാഡ് ടോട്ടലി ചേഞ്ച്. വീടെത്തിയപ്പോൾ എല്ലാം ചേഞ്ചായി. ദർ വർ ഫുൾ ഓഫ് റബ്ബർ പ്ലാന്റ്സ്, ആരോക്കോണ്ട് പാംസ് ആൻഡ് പ്ലേസ് ഓഫ് പാഡി ഫീൽഡ്. അതായത് നെൽവയലുകളുടെ സ്ഥാനത്ത് അവിടെ റബ്ബർ മരങ്ങളും കവുങ്ങുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഹിസ് ഫാദർ പ്രൗഡ്ലി സേസ് ദാറ്റ് ഹി ഹാസ് സ്റ്റോപ്പ്ഡ് റൈസ് കൾട്ടിവേഷൻ ആൻഡ് ഷിഫ്റ്റഡ് ടു റബ്ബർ ഫാമിംഗ്.
റബ്ബർ ഫാമിംഗ്, അതായത് പാഡി ഫീൽഡൊക്കെ മാറ്റി ഞങ്ങൾ റബ്ബറിലേക്ക് മാറിയെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ ആൻഡ് കൺവീനിയൻറ്റ്. നമുക്ക് ഒരുപാട് ലാഭം കിട്ടുന്ന തൊഴിൽ ഇതാണെന്ന് മകനോട് പറയാണ്. ഹി സീസ് ഹിസ് യങ്ങർ ബ്രദർ ക്യാരിങ് എ ബാഗ് ഓഫ് വീറ്റ് ഫ്രം ദ റേഷൻ ഷോപ്പ്. റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് ഒരു സഞ്ചിയിൽ വാങ്ങിക്കൊണ്ടുവരുന്ന ബ്രദറിനെയാണ് കണ്ടത്. ഹി വാച്ച്ഡ് ദ ചീഫ് മിനിസ്റ്റർ ഹെഡിങ് ടുവേർഡ്സ് ദ നോർത്ത് ഇൻ എയറോപ്ലെയിൻ ടു ഡിമാൻഡ് മോർ റൈസ് ഫ്രം ദി സെൻറ്റർ. അതായത് സെൻറ്ററിൽ നിന്ന് ഒരുപാട് അരി ആവശ്യപ്പെടാൻ വിമാനത്തോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെയും അദ്ദേഹം കാണുകയാണ് ടി വിയിൽ. ദ പോയറ്റ് sarcastically tasked himself whether he too would get some husk from the center of make toys. കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് ഉമ്മീൻ ലഭിക്കുമോ എന്ന് വരെ കവി പരിഹസിച്ച് ചോദിക്കുന്നുണ്ട്. കാരണം എല്ലാം നമുക്ക് ഫുഡുകളെല്ലാം അരിയും ഗോതമ്പൊക്കെ നമ്മൾ സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരില്ലേ, എല്ലാം കൊള്ളുന്നത്. പോയം ഈസ് ഫുൾ ഓഫ് സ്കോൺ ആൻഡ് സ്കാർസം. അതായത് പരിഹാസവും പിന്നെ നിന്നയും നിറഞ്ഞൊരു കവിതയാണ്. അതായത് നമ്മളെ കയ്യിൽ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ മുറ്റത്ത് മുല്ലയ്ക്ക് മണല്ല എന്ന് പറയില്ലേ, ആ ഒരു ഐറ്റം. അതായത് നമ്മുടെ സ്വന്തം രാജ്യത്ത് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യണതെല്ലാം മാറ്റി നമ്മൾ റബ്ബറിനെ വെച്ചപ്പോൾ നമുക്ക് ആ നെൽവയലുകളും അരിയും കിട്ടാൻ വേണ്ടി നമ്മൾ വേറെ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റാതെ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്താണ് കാര്യം എന്നൊരു പരിഹസിച്ച് ചോദിക്കുകയാണ് കവി. ദെൻ ലാസ്റ്റ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അതായത് ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ടുള്ള സ്പീച്ചൊക്കെയാണ് നമുക്ക് വരാം. അപ്പോൾ അതൊരു റിവ്യൂ അല്ലെങ്കിൽ എസ്സേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബൈ ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ്. ഡ്രഗ്സ് വർ ഡിസ്കവർ ടു പ്രിവെൻറ്റ് കുവർ ഡിസീസസ്. അതായത് ഡ്രഗ്സിൽ നിന്നാണ് രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള മരുന്നുകൾ കണ്ടുപിടിച്ചത്. എക്സൈറ്റ്മെൻറ്റ് ഓവർ ഡ്രഗ്സ് ഹാസ് ലെഡ് ടു ദ പീപ്പിൾ ടു ബിലീവ് ദാറ്റ് എനി ഡിസീസ് ക്യാൻ ബി ക്യൂർഡ് ബി ജസ്റ്റ് ടേക്കിംഗ് എ പിൽ. അതായത് മരുന്ന് കഴിച്ചിട്ട് ഒരു ഗുളിക കഴിച്ചാൽ ഒരു രോഗവും വെറുതെ ഭേദമാകുമെന്ന് വിശ്വസിച്ച് ആളുകൾ പോവുകയാണ്. ആസ് എ റിസൾട്ട് ഡ്രഗ് അബ്യൂസ് ഹാസ് ഓൾസോ ഇൻക്രീസ്. ഇപ്പോൾ മരുന്ന് ഒരുപാട് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. മെഡിസിൻസ് ആൻഡ് സെൻഷ്വൽ ഡ്രഗ്സ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. മയക്കുമരുന്നുകളും അതുപോലെ തന്നെ സെൻഷ്വൽ ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. സാധാ നോർമൽ ഡ്രഗ്സുകളും ഒപ്പം സെൻഷ്വൽ ഡ്രഗ്സുകളും ഇപ്പോൾ ഉണ്ട്. They just give a strong sense of pleasure to the user by stimulating brains and pleasure center. അതായത് ബ്രെയിനിൻ്റെ കംപ്ലീറ്റ് എന്താ പറയുക കാര്യങ്ങളെല്ലാം ഉത്തേജിപ്പിക്കുന്നതാണ് ഈ ഡ്രഗ്സുകൾ എന്നാണ് പറയുന്നത്. The continuous use of drug will weaken the brain's pleasure mechanism and the user will get less and less satisfaction. അമിതമായി നമ്മൾ ഈ മരുന്നുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ വളർച്ച മുരടിച്ചു പോകാനും അതുപോലെ തന്നെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടില്ല. ദ ഡ്രഗ് അഡിക്റ്റ് വിൽ ഫീൽ മെനി ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ചസ്. ഇതിന് അഡിക്റ്റ് ആയവർക്ക് ഫിസിക്കൽ ഇഷ്യൂസും മെൻ്റൽ ഇഷ്യൂസും എല്ലാം വരുന്നു. ഹി ഫീൽ ഡെഡ് ഇൻസൈഡ്. അതായത് ഉള്ളിലല്ല നമ്മൾ മരിച്ചിട്ട് ചത്ത ശവം പോലെ ജീവിക്കാമെന്ന് പറയും. ദർ ആർ മെനി ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസാർഡേഴ്സ് ലൈക്ക് വെനീറിയൽ ഡിസീസ്, ഇൻഫെക്ഷൻ ഓഫ് കിഡ്നി, ബ്രെയിൻ, ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, മൽന്യൂട്രീഷൻ, വെയിറ്റ് ലോസ്. അതായത് ഡ്രഗുകൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഡാമേജ് ടു ദ ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് എഫക്ട്. നമ്മുടെ ബ്രെയിനിനെ മസ്തിഷ്കത്തിനെ ബാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഇത്രയാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും സമ്മറി മാത്രമാണ് മിസ്സ് പറഞ്ഞത്. ഓൺലി ദ ഷോർട്ട് സമ്മറി അല്ലെങ്കിൽ മലയാളം മീനിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ ഒരു പാഠം പോലും ശ്രദ്ധിക്കാതെ നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ സ്റ്റോറിയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ ഓരോ പാഠം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ പാഠം ആരെഴുതി മെയിൻ ക്യാരക്ടേഴ്സ് എന്താണ് സംഭവം, അതായത് അനക്ഡോട്ട് ആണോ, സ്റ്റോറി ആണോ, പോയമാണോ, അതുപോലെ തന്നെ വൺ ആക്ട് പ്ലേ ആണോ, റിവ്യൂ ആണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ഇതിന് ശേഷം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഡിസ്കോഴ്സസുകളും വരുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.